ഈ വീഡിയോയിൽ സിറിയ പുതിയ കോൺഫ്ലിക്റ്റുമായി മുന്നോട്ട് വരികയാണ്. 2012 ആരോടാണോ ഇവർ മത്സരിച്ച് നിന്നത്, അതായത് ഈ ഹെസ്ബുള്ള, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹെസ്ബുള്ളാക്കളുമായിട്ട് വീണ്ടും നോർത്തേൺ ലെബനാൻ ഭാഗത്ത് സിറിയയുടെ ബോർഡറിനുള്ളിൽ, ലെബനാന്റെ ബോർഡറിനുള്ളിലല്ല സിറിയയുടെ ബോർഡറിനുള്ളിൽ കൺഫ്രണ്ട് ചെയ്യാണ്. കൺഫ്രണ്ട് ചെയ്യാൻ മീൻസ് രണ്ടുപേരും കൂടെ അവിടെയാണ് പൊരിഞ്ഞ അടിയാണ്. HTSും ഹെസ്ബുള്ളയും തമ്മിലാണ് അവിടെ അടി നടക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഗൺഫയറിങ് കാര്യങ്ങളൊക്കെ, തോക്കുകൊണ്ടുള്ള വെടിവെപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈ HTS ഇപ്പൊ ഈ ഇടയ്ക്ക് 1000-ലധികം ആൾക്കാരെ വധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നോർത്തേൺ ലെബനൻ ഭാഗത്ത് നിന്ന് ഈ ഹെസ്ബുള്ളാക്കൾ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹെസ്ബുള്ളാക്കൾ തമ്പടിച്ചിരിക്കുന്നത്. കാരണം ഈ സദൻ ലെബനാൻ ഭാഗത്ത് ഇസ്രായേൽ IDFന്റെ സ്ട്രോങ് ആയിട്ടുള്ള സർവൈലൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അവരിപ്പം മനസ്സിലായി, അവർക്ക് ഇസ്രായേൽ ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങനെ ട്രൂപ്പിനെ പിൻവലിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ സദൻ ലെബനാൻ ഭാഗത്ത് വീടുകളും സ്ഥലങ്ങളും സ്വന്തമായിട്ടുള്ള ആൾക്കാർ, ലെബനീസുകൾ, ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷേ ഹിസ്ബുള്ളയുടെ ശരിയായ ആ ഒരു ടീമിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ആ പ്രവർത്തകർ, ഹിസ്ബുള്ളയുടെ ആ പ്രവർത്തകർ ആ ഭാഗത്തില്ല. സദൻ ലെബനാൻ ഭാഗത്ത് അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആയുധങ്ങൾ കടത്താൻ ഈ സദൻ ലെബനാൻ ഭാഗമാണ് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവരുടെ പ്രസൻസ് അവിടെ ഉണ്ട്. അതിലുപരിയായിട്ട് ഇസ്രായേലിന് സെക്യൂരിറ്റി, നോർത്തേൺ ഇസ്രായേൽ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ IDF ശരിക്കും ഈ സദൻ ലെബനാൻ ഭാഗത്താണ് തമ്പടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഹിസ്ബുള്ളാക്കൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോർത്തേൺ ലെബനാൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തമ്പടിച്ചിരിക്കുന്നത്. നോർത്തേൺ ലെബനാൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ഹിസ്ബുള്ളാക്കൾ താമസിക്കുന്നത്. അപ്പൊ ഇത് ഈ ലട്ടാക്കിയ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിംസ് ഇപ്പൊ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടത്. അപ്പൊ ആ ലട്ടാക്കിയ ഭാഗത്ത്, ആ ലട്ടാക്കിയയിൽ നടന്ന ആ ഒരു ക്രൂരതയ്ക്ക് എതിരായിട്ടാണ്, ലട്ടാക്കിയ ഭാഗത്ത് HTS കാണിച്ചു കൂട്ടിയ ആ ഒരു കൊലപാതകങ്ങൾക്ക് എതിരെയാണ് ഇപ്പം ലെബനാന്റെ ഭാഗത്ത് നിന്ന് ഇവരെ ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ HTSനെതിരെ ഇവർ വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയം എത്രമാത്രം എസ്കലേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും സിറിയയ്ക്കുള്ളിൽ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ്. അത് ഹെസ്ബുള്ളാക്കൾ ഇസ്രായേലിനെ കുറച്ച് ഇങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് സിറിയയിലോട്ട് അങ്ങോട്ട് മുന്നോട്ട് കയറുന്നതായിട്ട് ഉള്ള കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും രണ്ടുപേരും കൂടെ എന്തെങ്കിലും ആയിത്തീരട്ടെ, ഒരു തീരുമാനത്തിൽ എത്തണമല്ലോ. അപ്പൊ വീണ്ടും ഒരു സിവിൽ വാർ വരുമോ എന്നുള്ളതാണ് ഇപ്പം ഒരു ചോദ്യം. HTSും ഇപ്പൊ ആ രീതിയിലുള്ള വലിയൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള അത്ര ഒരു ഫോഴ്സ് അല്ല HTSന് വേറെ പല ചെറുകിട സംഘടനകളുടെ സപ്പോർട്ടൊക്കെ വേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ ഒരു ഹിസ്ബുള്ളയെ ചേർക്കാൻ കഴിയുള്ളൂ. അവർ ഏത് രീതിയിൽ മുന്നോട്ട് വരും എന്നുള്ളത് ഇനി കണ്ടറിയണം. കാരണം ഇസ്രായേലിന്റെ വ്യക്തമായ നിർണായക ആക്രമണങ്ങൾ പല സ്പോട്ടുകളിൽ നടത്തി കൊടുത്തത് കൊണ്ടാണ് HTS മുന്നോട്ട് പോയി ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നത്. അല്ലാതെ തുർക്കി വെർബൽ സപ്പോർട്ടും ഈ മോറൽ സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ആയുധങ്ങൾ ഉണ്ട്, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് തുർക്കിയുടേത്. അല്ല, തുർക്കി അല്ല ഹിസ്ബുള്ളയെ സിറിയയുടെ ഉള്ളിൽ നിന്ന് കെട്ടുകെട്ടിച്ചത്. സിറിയയുടെ ഉള്ളിൽ നിന്ന് ഹിസ്ബുള്ളയെ കെട്ടുകെട്ടിച്ചത് ഇസ്രായേലാണ്. അത് HTSന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ നോക്കിയും കണ്ട് നിന്ന് കളിച്ചാൽ ഹിസ്ബുള്ളയുടെ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ള HTSനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ഒന്നും ചോദിക്കാനൊന്നും വരത്തില്ല. കാരണം ഇസ്രായേലിന്റെ ടാസ്ക് കഴിഞ്ഞു. ഇറാനെ അവിടുന്ന് തുരത്തിയോടുകൂടി ഇസ്രായേലിന്റെ ടാസ്ക് കഴിഞ്ഞു. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗം ഇസ്രായേലിന് വേണ്ടത്രയും കാര്യങ്ങൾ ഇസ്രായേൽ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കമ്മിറ്റ്മെന്റ് അവിടെ തീർന്നു. ഇനി ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ മാത്രമേ ഇസ്രായേൽ നടപ്പിലാക്കുള്ളൂ. അല്ലാതെ HTSന് വേണ്ടിയിട്ട് അവിടെ പോയി ഒരിക്കലും ഇനി ഹിസ്ബുള്ളയെ ഇസ്രായേൽ ആക്രമിക്കത്തില്ല. പക്ഷെ ലെബനാന്റെ സൈഡിലുള്ള ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യും. ലെബനാന്റെ സൈഡിൽ ഇസ്രായേലിന്റെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആക്രമിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഹമാസ് ഇപ്പൊ രണ്ടും കെട്ട അവസ്ഥയിലാണ്. ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇസ്രായേൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ഇൻവേഷന് തുടക്കം കുറിക്കുവോ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രാജുവലി പതിയെ ഉള്ള ആക്രമണങ്ങൾ തുടങ്ങി ഇങ്ങനെ നെഗോസിയേഷനിലോട്ട് മുന്നോട്ട് പോവോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ട്, ആ രീതിയിലാണ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇപ്പൊ ഹമാസ് തുടരുന്നത്. അത് അവർ തന്നെയാണ് പുറത്ത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാര്യം അവർക്ക് വ്യക്തതയില്ല. സ്റ്റീവ് വിറ്റ്കോഫ് ഒക്കെ ഈ നെഗോസിയേഷൻ ഡീൽ തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. നിങ്ങൾ പിന്നെ ജീവിച്ചിരിക്കുന്നവരിൽ 50% വിടുമെന്ന് പറഞ്ഞിട്ട് ഇവർ വിടാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. പിന്നെ വീണ്ടും അവർക്ക് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ കണ്ടീഷൻസ് ഒക്കെ പ്രാഥമികമായിട്ട് ഇവർ പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാം ഘട്ട സീസ് ഫയറിന് എന്താണോ സംസാരിച്ചു വെച്ചിരുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് തുടർന്ന് മുന്നോട്ട് നടത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ കൊണ്ടുവരാനാണ് ഹമാസ് ശ്രമിക്കുന്നത്. അത് പ്രാഥമികമായിട്ട് അവർ സമ്മതിക്കുകയും ഞങ്ങൾ പകുതിയോളം ജീവനോടെ ഇരിക്കുന്ന ബന്ദികളെ വിട്ടയക്കാം എന്നുള്ളത് സമ്മതിക്കുകയും, പക്ഷെ എന്നിട്ട് പുറകെ കൂടെ കുറച്ചുകൂടെ നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീൽ ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ അതേസമയം ഗാസയ്ക്കുള്ളിൽ സെൻട്രൽ ഗാസ ഭാഗത്ത് ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ആ ആക്രമണത്തിൽ ഏതാണ്ട് 11 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ കുഴിബോംബ് പോലത്തെ സാധനങ്ങൾ കുഴിച്ചിടാൻ വേണ്ടി അവിടെ വീണ്ടും ആൾക്കാർ, ഈ കുഴിബോംബാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഇപ്പം ഗാസയ്ക്കുള്ളിൽ, പ്രത്യേകിച്ച് സെൻട്രൽ ഗാസ ഭാഗത്ത് കുട്ടികളുമായിട്ടുള്ള ഈ കുട്ടികളെ വരെ, അതായത് കൊച്ചു കുട്ടികളെ വരെ യുവമാർ ഈ ഒരു പണി ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത്. പണ്ട് കൊച്ചു പിള്ളേരുടെ കയ്യിൽ യുവമാർ കൊടുത്ത് ഇങ്ങനെ പോയി കുഴിച്ചിടുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു.
ഇപ്പൊ ഇവർ തന്നെയാണ് പോയി കുഴിച്ചിടുന്നത്. അങ്ങനെ കുഴിച്ചിടുന്ന ഒരു ടീമിനെ കണ്ടെത്തി സെൻട്രൽ ഗാസ ഭാഗത്ത് വീണ്ടും ആക്രമണം IDF നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലും സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്നാണ് ഇപ്പൊ ഹമാസ് അവരുടെ വാദം ഉയർത്തുന്നത്. അത് എപ്പോഴും ഇങ്ങനെയാണ്, ഗാസയിൽ കൊല്ലപ്പെടുന്ന എല്ലാവരും സ്ത്രീകളും കുട്ടികളും തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. ഹമാസ് ഒക്കെ എങ്ങനെയെങ്കിലും ഒളിച്ച് രക്ഷപ്പെട്ട് അങ്ങനെ ഈ തുരങ്കത്തിനുള്ളിലൊക്കെ പോയി ഇരുന്നവർ രക്ഷപ്പെട്ടു. അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഈ ഹൂത്തികളുടെ സെക്യൂരിറ്റി ചീഫാണ്. ഈ ഒരു വ്യക്തിയാണ് എപ്പോഴും ഈ ഒരു കത്തിയൊക്കെ പിടിച്ചുകൊണ്ട്, ഈ കട്ടാർ എന്ന് പറഞ്ഞ ഒരു സാധനമൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ഒരു ഇമേജ് മാത്രമാണ് കൂടുതലായിട്ട് വെളിയിൽ കാണാൻ കഴിയുക. കാരണം എപ്പോഴും സ്പോക്സ് പേഴ്സൺമാരാണ് പുറത്തു വന്നിട്ട് ഈ വാർത്തകളൊക്കെ പറയുന്നത്. മീഡിയയുടെ മുന്നിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു അബ്ദുൽ മാലിക് അൽ ഹൂത്തി, ഇയാളുടെ വീടും ഈ ആക്രമണം നടന്ന സ്ഥലങ്ങളും ഇതെല്ലാം തന്നെ മീഡിയാസ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിലുപരിയായിട്ട് സൗദി മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെൻകോം, സെൻട്രൽ കമാൻഡിംഗ് യൂണിറ്റ്, അതായത് യുഎസിന്റെ സെൻകോം യുഎസിന്റെ സെൻകോം ഏതാണ്ട് കുറേയധികം ലീഡേഴ്സ് വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ സൗദി വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു വാർത്ത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്ന് പറഞ്ഞ ഈ ഒരു ഹൂത്തികളുടെ നേതാവ് വധിക്കപ്പെട്ടിരിക്കുന്നു, അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് സൗദി മീഡിയ മാത്രമല്ല, ഇസ്രായേലിലെ ജെറുസലേം പോസ്റ്റും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല മീഡിയാസും ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് വരികയാണ്. അതുപോലെ തന്നെ പല മീഡിയകളും ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് വരികയാണ്. ഇന്ത്യൻ മീഡിയയിലും ഇപ്പൊ ഇത് റിപ്പോർട്ടിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയൊരു അടിയാണ്, പെരുത്തടിയാണ് ഹൂത്തികൾക്ക്. ഇതൊരു സൂചനയും കൂടിയാണ്. ആർക്കാണ്? ആയത്തുള്ള ഖമനേയ്ക്ക് വലിയൊരു സൂചനയാണ്. കാര്യം ആയത്തുള്ള ഖമനയുമായി ബന്ധപ്പെട്ട പ്രോക്സിയിലുള്ള മിക്ക ആൾക്കാരും എലിമിനേറ്റഡ് ആണ്. ഇതുപോലൊരു തോൽവി ആയത്തുള്ള ഖമനേയ്ക്ക് ഇനി വരാനില്ല എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഇതെല്ലാം കാണേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതേപോലെ ഒരു മതം ഇത്രമാത്രം തലയ്ക്ക് പിടിച്ച ഒരു നേതാവിന് അയാൾക്ക് കിട്ടേണ്ട മറുപടി ഇവിടെ വെച്ച് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതിലുപരി ഒരു സംഗതി ഇനി നടക്കാനുണ്ടോ? അയാളുടെ ഒപ്പം ചേർന്നിരുന്ന എത്ര ആൾക്കാരാണ്? എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇസ്മായിൽ ഹാനിയ തൊട്ട് സിൻവാർ തൊട്ട് ഹിസ്ബുള്ളയുടെ ലീഡേഴ്സ് തൊട്ട് ഇതാ ഹൂത്തിയുടെ ലീഡർ വരെ അടിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് സംഭവം. അപ്പൊ ഇത് കളി അറിഞ്ഞ് കളിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പ്രോക്സികളെ വളർത്തുക, അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ട്, ആ പൈസ കൊണ്ട് കുറെ ആയുധങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ മറ്റുള്ളവന്റെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു പരിപാടിയല്ല. ഇനിയിപ്പോ ഹൂത്തികൾ അടുത്ത ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ അവർ വെറും കാട്ടാളന്മാരാണ്. അവർക്ക് ഏത് കമാൻഡോ സിസ്റ്റം, എന്ത് സിസ്റ്റം, അവിടെ ഒരു സിസ്റ്റവും ഇല്ല. അവിടെ ഇനി പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ 1-2 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന കമാൻഡോകളെ ഇനി കൃത്യമായിട്ട് എണ്ണിപ്പറക്കി തൂക്കിയെടുക്കും. അതോടുകൂടി തീർന്ന് ഈ ഹൂത്തി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സൗദിയും UAE-യും രണ്ടുപേരും കൂടെ തകൃതിയായിട്ട് വാർത്തകൾ കൊടുക്കുകയാണ്. സൗദി മീഡിയയാണ് ഇത് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത്. UAE മീഡിയ അതിനുശേഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് രണ്ടുപേർക്ക് എന്തായാലും ഹാപ്പിയാണ്. കാരണം ഏറ്റവും കൂടുതൽ സൗദി അതേപോലെ UAE-യിലുള്ള ഈ സോൾജേഴ്സിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു ഹൂത്തികൾ. കാരണം ഇവരൊക്കെ പോയി യമനിലെ സിവിൽ വാറിന്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്ന 2 രാജ്യങ്ങളുടെ സോൾജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UAE-യും സൗദി അറേബ്യയുടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു വാർത്തയാണ്. പുറത്ത് പറയുന്നില്ലെങ്കിലും ഉള്ളിൽ നല്ല ഹാപ്പിയാണ് സൗദി അറേബ്യ, UAE. ഈ ആക്രമണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഖമനേയ്ക്ക് ഒരു വാണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഖമനേയി ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുക. ഇതുവരെ ട്രംപിന്റെ കത്ത് കിട്ടിയിട്ടില്ലായിരുന്നു. ഇതുവരെ ട്രംപിന്റെ ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ക്ഷണങ്ങൾക്കൊന്നും തന്നെ ഒരു മറുപടിയും കൊടുക്കാൻ തയ്യാറല്ലാതെ വളരെ സ്റ്റബൻ ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് ആയത്തുള്ള ഖമനേയി. ഇപ്പൊ അതാ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ, ഇറാന്റെ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ പറയാണ്, ഞങ്ങൾ ട്രംപിന്റെ കത്ത് റാറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഒന്ന് വായിച്ചെടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് 50 പേജ് കത്താണോ? ജസ്റ്റ് ഒരു സിമ്പിൾ ലെറ്റർ ആണ്. ആ ലെറ്ററാണ് അവർ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇനി വായിക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ ഇനി പുറത്തു വരും. അപ്പൊ ആ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഇതിന് റെസ്പോണ്ട് ചെയ്യാൻ ചെറിയ താല്പര്യമുണ്ടെന്ന്. അതായത് ഇപ്പൊ ഹൂത്തികളുടെ മേളിൽ വീണ് അടി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ഇസ്രായേൽ അടിക്കുന്ന അടിയേക്കാളും ഏറ്റവും ശക്തമായ അടിയാണ് അടിച്ചത്. അതിന്റെ വീഡിയോസും ഫുട്ടേജസ് ഒക്കെ പുറത്ത് കിടപ്പുണ്ട്. മനുഷ്യന് കണ്ടിരിക്കാൻ വയ്യ ആ രീതിയിലുള്ള ആക്രമണമാണ്. കാരണം യമന്റെ ഉള്ളിൽ നിന്ന് വാർത്തകൾ അത്ര എളുപ്പത്തിൽ പുറത്തു വരില്ല എന്നുള്ളതാണ്. അതും പോയിട്ട് ഇതൊരു സഡൻ ആക്ഷൻ പ്ലാൻ ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, 170 ആക്രമണമാണ്, 170 അറ്റാക്ക്. നിസ്സാര കാര്യമല്ല. ആ രീതിയിലുള്ള ആക്രമണമാണ്. വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇമേജ് കണ്ടോ നിങ്ങൾ? ഈ ഒരു ഇമേജ് ഒരു ഹൂത്തി, ഈ ഒരു ഇമേജ് പുള്ളി ആ ഒരു വിഷമം കാണിക്കുകയാണ്. ആ ഒരു വീറും വാശിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയെ തിരിച്ചടിക്കും. ആ രീതിയിലാണ് ഈ ഒരു വിഷമങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവരുടെ മാസ് ക്രൗഡാണ്. ഇവരുടെ മാർച്ച് കണ്ടു കഴിഞ്ഞാൽ അത്രമാത്രം മാസ് ക്രൗഡാണ്. ഫ്രൈഡേ തേഴ്സ്ഡേ ഒക്കെ അവർ നടത്തുന്ന മാർച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ മാർച്ചല്ല. സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിൽ ആ റോഡ് ഫുൾ ആയിട്ട് നിരന്ന് നിൽക്കും. പക്ഷെ ഡിസിപ്ലിൻ ഒന്നുമില്ല. ജസ്റ്റ് ഇവരെ കൊടി അങ്ങ് പൊക്കി നിൽക്കുന്നതാണ്. അത്രേ ഉള്ളൂ. മാസ് ക്രൗഡാണ്. ഈ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയുടെ ഈ ഒരു അയാളെ നഷ്ടപ്പെട്ടു പോയതിലുള്ള വിഷമങ്ങളാണ് മൊത്തത്തിൽ നമുക്ക് യമനിനുള്ളിൽ കാണാൻ കഴിയുന്നത്. ഇത് നാളെ ഇനി കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ ഒരു ഇമേജസ് ഒക്കെ പുറത്തു വന്ന് തുടങ്ങും. കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ശരിക്കുള്ള അവസ്ഥ, എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ളത്.
ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ ഈ ഒരു വാർത്തയാണ് ലൈം ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ഥിരം ആൾക്കാരാണ്. മഹ്മൂദ് അബ്ബാസ് പിന്നെ പാലസ്തീനിയൻ അതോറിറ്റി, അതേപോലെ തന്നെ അബ്ദുൽ ഫത്ത അൽ സിസി ഈജിപ്തിന്റെ, ഇവർ രണ്ടുപേരും വീണ്ടും കൂടിച്ചേർന്ന് സംസാരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്ന വേറെ ഒന്നുമില്ല, നിങ്ങൾ ഒന്നും വിഷമിക്കൊന്നും വേണ്ട, ഗാസ റീകൺസ്ട്രക്ഷൻ ഞാൻ ഏറ്റു, അതിലുപരിയായിട്ട് ഇപ്പൊ സീസ് ഫയറിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ടതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു വിഷയം ഇവർ രണ്ടുപേരും മറക്കാണ്, ഹമാസിനെ എങ്ങനെ പുറത്താക്കും എന്നുള്ളതാണ്. ഈ ഇസ്രായേലിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഹമാസിനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. ആ സംഭവം ഇവന്മാർ ചെയ്യാത്തടത്തോളം കാലം ഇങ്ങനെ കൂടി ഇരുന്ന് സംസാരിക്കാം, അല്ലാതെ അവിടെ സീസ് ഫയറും റീകൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് ഈ രണ്ട് മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ രണ്ട് ചെറിയ വിഷയങ്ങൾ കൂടെ പറയാനുള്ളത്, റഷ്യ നല്ല രീതിയിലുള്ള ഡോമിനൻസ്, കേസ്ക് ഭാഗത്ത് ഡ്രോൺ അറ്റാക്ക് ഡോമിനൻസ്, നല്ല രീതിയിൽ ഡ്രോൺ ഇട്ട് കളിക്കുന്നുണ്ട്, തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു, കൂടുതൽ സ്ഥലങ്ങൾ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേസ്കും കഴിഞ്ഞ് ഇനി ഇത് കീവിലേക്കും കാർക്കീവിലേക്കൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെലൻസ്കി ആണെങ്കിൽ ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും എടുക്കാതെ ഈ ഒരു യൂറോപ്യൻ യൂണിയന്റെയും ഈ UK സ്റ്റാർമറിന്റെയും മാക്രോണിന്റെയൊക്കെ വാക്കും കേട്ട് കൂടുതൽ സ്ഥലം റഷ്യക്ക് ഇങ്ങ് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ ഒരു കേസ്, ഒരു ക്രിമിനൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ട്രയൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കോർട്ടിൽ. അപ്പൊ ഇന്നോടുകൂടി ആ ട്രയൽ അവസാനിപ്പിച്ചിരിക്കും, തിങ്കളാഴ്ചയായിട്ടുള്ള ഇന്നോടുകൂടി ട്രയൽ അവസാനിപ്പിച്ചിരിക്കുന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ കൗണ്ടർ പാർട്ടും സാക്ഷികളെയൊക്കെ വിസ്തരിക്കുമായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ജഡ്ജ്മെന്റ് വരുമായിരിക്കും. അതാണ് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യം. ഏകദേശം ഇതുവരെയുള്ള കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും നെതന്യാഹുവിന്റെ മേളിൽ കുറ്റങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വരുന്ന വാർത്തകൾ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.